ഡെബിറ്റ് ആണോ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് എന്നെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഡൗട്ട് തീരും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ജേണൽ വേഴ്സസ് ലെഡ്ജർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കണ്ടെത്തുമെന്നാണ്. അതിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 4 കാര്യങ്ങളാണ്: അസറ്റിനെയും ലാബിലിറ്റിനെയും ഇൻകത്തിനെയും എക്സ്പെൻസിനെയും. ഇനി നമുക്ക് അസറ്റിൽ നിന്ന് തുടങ്ങാം. അസറ്റ് കൂടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. കുറയ്ക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലാബിലിറ്റി. ഇനി ഇൻകം സൈഡ് നോക്കാം. ഇൻകം കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എക്സ്പെൻസിനെ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? നിങ്ങളൊരു അസറ്റ് മേടിച്ചു. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം കണ്ടെത്തേണ്ടത് എന്താ? അതിൻ്റെ ഉള്ളിലെ ലെഡ്ജേഴ്സിനെ കണ്ടെത്തണം. നിങ്ങളൊരു അസറ്റ് മേടിച്ചു ക്യാഷ് കൊടുത്തിട്ട്. അതിൽ ലെഡ്ജേഴ്സ് എന്താ? 2 ഐറ്റംസ്: അസറ്റ് ആൻഡ് ക്യാഷ്. ഇനി അതിലെന്താ കൂടുന്നത്? ക്യാഷ് കൊടുത്ത് ക്യാഷ് കുറഞ്ഞു അല്ലേ? കയ്യിലിരിക്കുന്ന ക്യാഷ് കുറഞ്ഞിട്ട് അസറ്റ് കൂടി. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ എന്താ? അസറ്റിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെയാണ്. അപ്പോൾ ഉത്തരം കിട്ടി. പക്ഷേ എന്തിനാ ക്യാഷ് കുറയ്ക്കുന്നത്? ക്യാഷ് കുറഞ്ഞു അല്ലേ? അപ്പോൾ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.